എങ്ങനെ വേണം അയാൾ ഉപയോഗിക്കേണ്ട ടൂത്ത് ബ്രഷും പേസ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട്? പേസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഫ്ലൂറൈഡ് കണ്ടന്റ് നോക്കിയിട്ടാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 1000 ppm ആയിരിക്കും, മുതിർന്നവർക്കാണെങ്കിൽ 1500 ppm ആയിരിക്കും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഫ്ലേവേർഡ് ആയിരിക്കും, മുതിർന്നവരുടെ അങ്ങനെ ആയിരിക്കത്തില്ല. ചിലർക്ക് സെൻസിറ്റിവിറ്റിക്കോ വേണ്ടിയിട്ട് സെൻസിറ്റിവിറ്റിയുടെ കണ്ടന്റ് ആഡ് ചെയ്തതായിരിക്കും. അങ്ങനെ നോക്കിയിട്ടാണ് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള പേസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ ടൂത്ത് ബ്രഷും അഡൽറ്റിൻ്റെ ബ്രഷും അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് പല്ല് വന്ന് തുടങ്ങുമ്പോൾ ഫിംഗർ ടൂത്ത് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാരൻസിൻ്റെ ഫിംഗർ അതിനകത്ത് വെച്ചിട്ട് അത് വെച്ചായിരിക്കും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോർമൽ ഷേപ്പിലേക്കുള്ള ടൂത്ത് ബ്രഷിലോട്ട് മാറുന്നത്. അത് ഏജ് ഗ്രൂപ്പ് അല്ല എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ പുറത്ത് തന്നെ, 0 to 2 അല്ലെങ്കിൽ എബവ് 2 to 5, എബവ് 5 years അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കി തന്നെ മേടിക്കുക. ഇനി അഡൽറ്റിനാണെങ്കിൽ അൾട്രാ സോഫ്റ്റ് മീഡിയം ഹാർഡ് ടൂത്ത് ബ്രഷുകൾ അവൈലബിൾ ആണ്. എപ്പോഴും സോഫ്റ്റ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് പല്ലിന് ഏറ്റവും നല്ലത്. കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് അബ്രേഷൻസ് ഉണ്ടാവും, സെൻസിറ്റിവിറ്റി, മോണരോഗം എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾ ഏത് ഏജ് കാറ്റഗറി മുതലാണ് ബ്രഷ് ചെയ്ത് തുടങ്ങേണ്ടത്? പല്ല് വരുന്നതിന് മുമ്പാണെങ്കിൽ കുട്ടികളെ ഫീഡ് ചെയ്തതിന് ശേഷം കോട്ടൺ ക്ലോത്ത് വെറ്റ് ചെയ്ത് മോണം വൈപ്പ് ചെയ്തെടുക്കണം. എന്നാണോ പല്ല് വന്ന് തുടങ്ങുന്നത് അന്ന് മുതൽ നമ്മൾ പ്രോപ്പർ ബ്രഷിങ് തുടങ്ങുകയാണ്. ആദ്യം യൂസ് ചെയ്യേണ്ടത് നോർമൽ ടൂത്ത് ബ്രഷ് അല്ല, ഫിംഗർ ടൂത്ത് ബ്രഷ് ആണ്. പാരൻസിന്റെ ഫിംഗർ, ആരുടെ ഒരു ഫിംഗർ അതിനകത്തേക്ക് ഇട്ട് അത് വെച്ചായിരിക്കും നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. പല്ല് വളരുന്നതിനനുസരിച്ച് നോർമൽ ടൂത്ത് ബ്രഷിലേക്ക് നമ്മൾ മാറേണ്ടതാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും അതേപോലെ മുതിർന്നവരുടെ ടൂത്ത് പേസ്റ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. അത് ഫ്ലൂറൈഡ് കണ്ടന്റിനാണ് വ്യത്യാസം വരുന്നത്. ടൂത്ത് പേസ്റ്റ് മുകളിൽ നോക്കുക, ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് എഴുതിയിട്ടുണ്ടാവും. 1000 ppm എന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. 1500 ppm എന്നാണ് എഴുതിയിട്ടുള്ളത്, അത് മുതിർന്നവർക്കാണ്. ഈ കുഞ്ഞുങ്ങളുടെ ടൂത്ത് പേസ്റ്റ് തന്നെ അത് ഫ്ലേവേർഡ് ആയിരിക്കും, എപ്പോഴും സ്ട്രോബെറി ഫ്ലേവേർഡ്, ബബിൾഗം ഫ്ലേവേർഡ്. അത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും പല്ല് തേക്കാൻ, അവരുടെ ഡെന്റൽ കെയറിങ്ങിനും അപ്പോൾ കുറച്ചുകൂടെ അത് അനുയോജ്യമായിരിക്കും. 6 വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾ നന്നായി വായ കഴുകി തുപ്പാനൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരുടെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾ മുതിർന്നവരുടെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ ഡെന്റൽ ഫ്ലൂറോസിസ് എന്ന കണ്ടീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല രുചി വ്യത്യാസം, പിന്നെ വായുടെ അകത്തുള്ള സെൽസിനൊക്കെ ഇറിറ്റേഷൻ എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കുഞ്ഞുങ്ങളുടെ ടൂത്ത് പേസ്റ്റും മുതിർന്നവരുടെ ടൂത്ത് പേസ്റ്റും ഉപയോഗിക്കുന്നതാണ് അനുയോജ്യം.